എടുക്കുന്ന ആരാണ്? PV അൻവറാണോ എന്ന് വ്യക്തമാക്കണം. കാരണം സ്വർണ്ണക്കടത്ത് കൂടാ പോലീസിന്റെ ആത്മവീര്യപ്പെടുത്തുന്നു. ആകെ ഈ കാര്യം ഹവാലപ്പണം പിടിക്കുന്നത് നടത്തിക്കൂടാ എന്നൊരു നിലപാടെടുക്കുന്ന PV അൻവറാണോ? അതാണ് അങ്ങ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് അല്ല, ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. ഞാൻ പോകുന്നില്ലാലോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ, എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാകും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാർ. നിങ്ങൾ അസംതൃപ്തരാണ് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ റിഫ്ലക്ഷൻ ആണോ ഈ അൻവർ പറയുന്നത് ഒന്ന് വ്യക്തമാണോ? ഏതാ ഞാൻ കേട്ടില്ല. ഇദ്ദേഹത്തെ പോലെ ഒരാള്, അതായത് ഭരണകക്ഷി MLA ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്നതിനെ അത് ശരിയാണോ എന്ന് പറയാമോ? അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, പരാതി തന്നെ പിന്നെ തന്നു. ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടിയുണ്ടാകും. പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം, അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷേ പറയണം, അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ. അല്ലേ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വേണമെങ്കിൽ ഞാൻ പറയാം. അത് അല്ല, ഈ ചോദ്യത്തിന് ഞാൻ പറയാം. അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് സാധാരണ നിലക്ക് ഞാനല്ല അത് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. അൻവർ നൽകിയ പരാതി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? കാരണം ഇപ്പോൾ CM ഉയർത്തിയത് വളരെ ഗൗരവതരമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതും പരിശോധിക്കുമോ? അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ, അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ. അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. അതാണ് ഏറ്റവും നന്നാവുക. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി ചോദിച്ചപ്പോഴാണ് CM മറുപടിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദയവേത് അതിനും കൂടി ഒന്ന് മറുപടി പറയണം. എന്താ സംശയം? അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്തിനാ തൃപ്തിപ്പെടുന്നത്? നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അതെനിക്കറിയില്ല. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. ADGP
ശ്രീകുമാർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണോ? അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്ന്. ഒരു ആരോപണം വന്നു എന്നുള്ളതിൻ്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള താങ്കൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ താങ്കളുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഈ RSS-ന്റെ 1ഉം 2ഉം നിലയിലുള്ള നേതാക്കളാണ് പോയി കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടത്. നിങ്ങളൊരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം? എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണെന്ന്.